ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം വൈ ലേണിംഗ്. നിങ്ങൾക്ക് ഗെയിംസ് ഒക്കെ ഇഷ്ടമാണോ? നിങ്ങൾ ഒരുപാട് ഗെയിംസ് മറ്റു കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഈവൻ കമ്പ്യൂട്ടർ ഗെയിംസ് ആവട്ടെ, അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസ് ആവട്ടെ, അല്ലെങ്കിൽ ഓഫ്ലൈൻ ഗെയിംസ് ആവട്ടെ, ഇങ്ങനെ ഒരുപാട് ഗെയിംസ് നമ്മൾ കളിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ നമ്മൾ ബ്രെയിൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ടാവും, അതല്ലാതെ നമ്മൾ നോർമൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം കളിക്കുന്ന ഗെയിമുകൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കുറച്ച് ബ്രെയിൻ ബൂസ്റ്റിംഗ് ഗെയിംസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മേജറായിട്ട് ഒരു 7 ഗെയിമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി സംശയം ഉണ്ടായിരിക്കും, എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ലോജിക്ക് മാറ്റർ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 11-12 വയസ്സൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഏജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ റാപ്പിഡ്ലി ഗ്രോ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ് സ്കില്ലിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലോജിക്കൽ എബിലിറ്റിയെ നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിച്ചാൽ ഒബ്വിയസ്ലി ഭാവിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിശക്തിയോ മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി ഇത് നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ ടൈം കളയുന്നില്ല, നമുക്ക് ഫസ്റ്റത്തെ ഒരു ഗെയിമിലേക്ക് പോവാം. യെസ്, ദ കിങ് ഓഫ് സ്ട്രാറ്റജി എന്നൊക്കെ അറിയപ്പെടുന്ന ചെസ്സാണ് ഒന്നാമത്തെ ഒരു ഗെയിം. നിങ്ങൾ നല്ല രീതിയിൽ എക്സെപ്ഷണൽ പ്ലെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ലൊരു കരിയറും നിങ്ങൾക്ക് ചെസ്സിലൂടെ പടുത്തുയർത്താൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഗുഗേഷ്, അതുപോലെ തന്നെ പ്രജ്ഞാനന്ദ, അതുപോലെ തന്നെ വിഷയാനന്ദ് സർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇന്ത്യൻ ലെജൻസിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഫേസ് ആയിട്ട് നിങ്ങൾക്ക് ചെസ്സിൽ മാറാൻ പറ്റും, നിങ്ങൾ അത്രയും എക്സെപ്ഷണൽ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോബി ആയിട്ട് ജസ്റ്റ് ചെസ്സിന് നിങ്ങൾ കാണാം, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിമാണ് അല്ലേ? ഡിഫറെൻറ്റ് പാറ്റേൺസ് പിക്ക് ചെയ്യുക, അതിനനുസരിച്ച് നല്ല തന്ത്രങ്ങൾ മെനയുക, അങ്ങനെ ചെക്ക് മേറ്റ് എന്നുള്ളൊരു പൊസിഷനിലൂടെ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ കളി ജയിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ചെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അടുത്തൊരു 5 മൂവിലേക്ക് എന്ത് സംഭവിക്കുമ്പോൾ ഒപ്പോണന്റ് ഈ ഒരു മൂവാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏത് സ്ട്രാറ്റജിയാണ് അവിടെ ബിൽഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഭയങ്കര ക്വിക്ക് തിങ്കിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ പാറ്റേൺ പിക്കിംഗ് സ്കില്ലും അതുപോലെ തന്നെ സ്ട്രാറ്റജിയും വളരെയധികം തന്നെ പ്രയോഗിക്കേണ്ട ഒരു ഗെയിമാണ് ചെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺലൈനിലായിട്ട് ഇപ്പോൾ chess.com പോലുള്ള സൈറ്റുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചെസ്സ് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തേതാണ് റുബിക്സ് ക്യൂബ്. റുബിക്സ് ക്യൂബ് 3x3 ആണ് എല്ലാവരും കോമൺലി ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അതിൻ്റെ താഴേക്ക് 2x2 ഉണ്ട്, മുകളിലേക്ക് 4x4ഉം 5x5ഉം 6x6 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്യൂബൊക്കെ പഠിച്ച് അതിൻ്റെ സ്ട്രാറ്റജി, അതിൻ്റെ ലോജിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒബ്വിയസ്ലി ഇത് നിങ്ങളുടെ സ്പേഷ്യൽ മെമ്മറിയെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, ഇപ്പോൾ ഒരു സ്പെസിഫിക് പീസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ പൊസിഷൻ എവിടെയാണ് വരേണ്ടത് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ അതിനെ തിങ്ക് ചെയ്ത് ആ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പാറ്റേൺ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഒബ്വിയസ്ലി നിങ്ങളുടെ തിങ്കിങ്ങിനെ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ആണ് ടാൻഗ്രാം. അപ്പോൾ ഒരു വിഷ്വൽ ജോമെട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഷേപ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ജോമെട്രിക്കൽ കൺസെപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ 2D സ്പേഷ്യൽ റീസണിങ്ങും തീർച്ചയായിട്ടും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ സുഡോക്കു അല്ലേ? അപ്പോൾ സുഡോക്കുവിൻ്റെ ഒരു ചെറിയ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ആർട്ട് ഓഫ് ഡിഡക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു റോയിൽ 5 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്, 8 ഉണ്ട്, 6 ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഇനി ഏതൊക്കെയാണ് വരാനുള്ളത്? ഇപ്പോൾ അവിടെ 1 വന്നിട്ടില്ല. ഫസ്റ്റത്തെ ഒരു റോയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 1 വന്നിട്ടില്ല. അതുപോലെ തന്നെ അവിടെ 3 വന്നിട്ടില്ല, അല്ലെങ്കിൽ 7 വന്നിട്ടില്ല. അപ്പോൾ അത് എവിടേക്ക് വരാം, അപ്പോൾ എവിടേക്ക് വരാതിരിക്കാം, അങ്ങനെ പോസിബിലിറ്റീസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഡിഡക്റ്റ് ചെയ്ത് ഇപ്പോൾ ഇന്ന പൊസിഷനിൽ വരാൻ കഴിയില്ല, കാരണം ഇപ്പോൾ ഈ ഒരു റോൾ വന്നിട്ടില്ലെങ്കിലും ഈ ഒരു കോളത്തിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ നമ്മൾ റിഡ്യൂസ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെ ഈ ഒരു ടോട്ടൽ സ്ക്വയർ എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് സുഡോക്കു എന്ന് പറയുന്നത്. നല്ല ചിന്തിച്ച് നല്ല ക്ഷമയോടെ ചെയ്യേണ്ട ഒരു ഗെയിം തന്നെയാണ് നമ്മുടെ സുഡോക്കു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ MCQ ബേസ്ഡ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ വരാൻ യാതൊരുവിധ സാധ്യതയില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു ഓപ്ഷൻ ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കി. ഇപ്പോൾ ചിലപ്പോൾ ബാക്കി 2 ഓപ്ഷനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 2 ഓപ്ഷൻ മാത്രം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഓപ്ഷൻസിനെ കൃത്യമായിട്ട് ഒഴിവാക്കി എലിമിനേറ്റ് ചെയ്യുക, ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും സുഡോക്ക് കളിക്കുന്ന സമയത്തും ആ ഒരു സ്ട്രാറ്റജി നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പോൾ ഈ ഒരു സ്പെസിഫിക് റോ നോക്കുന്ന സമയത്ത് ഇവിടെ ഇന്ന ആൻസർ വരാൻ പോസിബിൾ അല്ല, കാരണം അവിടെ ഓൾറെഡി 6 ഉണ്ട് അല്ലെങ്കിൽ ഓൾറെഡി 8 ഉണ്ട്. ആ രൂപത്തിൽ നമുക്ക് ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്ത് നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, 5ാമത്തെ ഒരു ഗെയിമാണ് സ്ക്രാബിൾ. അപ്പോൾ ഇതൊരു വേർഡ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേർബൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ്. ഒബ്വിയസ്ലി നിങ്ങളുടെ ലാംഗ്വേജ് ആണ് ഒന്നും കൂടി ഇതിൽ അടിപൊളിയാക്കാൻ പറ്റുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും. നിങ്ങളുടെ വൊക്കാബുലറി, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെല്ലിങ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. 6ാമത്തേതാണ് ജെങ്ക.
അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ചെറിയ വുഡൻ ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ഒരു ഷേപ്പ് ഇൻ ബിറ്റ്വീൻ ഒരു സ്പേസിൽ നിന്ന് വലിക്കുക. ഇങ്ങനെയുള്ള ഗെയിം നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കണം. ജങ്ക എന്നാണ് അതിന് പറയുക. അപ്പോൾ ഒബ്വിയസ്ലി നല്ല രീതിയിൽ ക്ഷമ വേണ്ട ഒരു ഗെയിമാണ് അല്ലേ. നിങ്ങൾക്ക് പ്രഷറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ഷമ തീർച്ചയായിട്ടും ഈ ഒരു ജങ്ക കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള മോട്ടോർ സ്കിൽ കോർഡിനേഷനൊക്കെ തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ലാസ്റ്റ് വണ്ണിലേക്ക് നമ്മൾ പോവാണ്. ക്രോസ് വേർഡ്സ് ആണ്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ മോസ്റ്റ് പ്രോബ്ലി കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ വായിക്കുന്ന കുറേ മാസികകളിലും അതുപോലെ തന്നെ ബാലമാസികകളിലൊക്കെ ഇങ്ങനെയുള്ള ക്രോസ് വേർഡ്സ് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ലോജിക്കൽ തിങ്കിങ്ങിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ നോളജും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അല്ലേ. നമുക്കൊരു കാര്യം അറിയുമോ എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ GK കേസൊക്കെ പറയുന്നത് പോലെ തന്നെ. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് ക്ലൂസ് കിട്ടും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു ക്രോസ് വേർഡ് ചെയ്തു, അപ്പോൾ താഴേക്കുള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇന്നതാണ് എന്നുള്ളൊരു ഐഡിയ ഒക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം. സ്റ്റിൽ നമ്മുടെ നോളജ് വളരെയധികം തന്നെ അവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ക്ലൂവിനോട് കൂടെ ആ ഒരു നോളജ് കൂടി കണക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഫൈനൽ ആൻസറിലോട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എത്താൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഗെയിംസ് ഇതിൽ നോർമലി കളിക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇതല്ലാതെ നിങ്ങൾ കളിക്കുന്ന ഏതെങ്കിലും ബ്രെയിൻ ബൂസ്റ്റിംഗ് ഗെയിംസ് ഉണ്ടോ എന്നുള്ളത് അതും നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. സോ കൂടുതൽ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.